SFIU നടപടിയിൽ വീണ വിജയന് പൂർണ്ണ പിന്തുണയുമായി CPIM. കേസ് രാഷ്ട്രീയ അജണ്ടയെന്ന MV ഗോവിന്ദൻ മാസ്റ്റർ. മുഖ്യമന്ത്രിയോ സർക്കാരോ കമ്പനിക്ക് സഹായം നൽകിയിട്ടില്ല. മുഖ്യമന്ത്രിക്കെതിരെ ഒരു തെളിവും കണ്ടെത്തിയിട്ടില്ല. കേസ് നിലനിൽക്കില്ലെന്നും CPIM. പാർലമെന്റ് കടന്ന വഖഫ് ഭേദഗതി ബിൽ ലോക്സഭയ്ക്ക് പിന്നാലെ രാജ്യസഭയിലും ബില്ല് പാസായി. രാഷ്ട്രപതി ഒപ്പിടുന്നതോടെ ബിൽ നിയമമാകും. വഖഫിൽ കോൺഗ്രസിനെ വിമർശിച്ച് സമസ്ത മുഖപത്രം. പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ എത്താത്തതിലും രാഹുൽ ഗാന്ധി സംസാരിക്കാത്തതിലും വിമർശനം. മലപ്പുറം മഞ്ചേരിയിൽ SDPI പ്രവർത്തകരുടെ വീടുകളിൽ NIA റെയ്ഡ്. 4 പേർ കസ്റ്റഡിയിലെന്ന് സൂചന. പരിശോധന പുലർച്ചെ 3 മണിയോടെ. ആശാവർക്കർമാരുമായി വീണ്ടും ചർച്ച നടത്താൻ സർക്കാർ. മന്ത്രി വീണ ജോർജുമായുള്ള 2ാം ചർച്ചയ്ക്ക് ആശമാർ എത്തുമോ എന്നതിൽ അവ്യക്തത. പ്രശ്നപരിഹാരം ഉണ്ടാകുന്നതുവരെ സമരം തുടരുമെന്ന് ആശാപ്രവർത്തകർ. ആശമാരുടെ നിരാഹാര സമരം ഇന്ന് 16ാം ദിവസത്തിലേക്ക്. മൂന്നാറിൽ വീണ്ടും പടയപ്പയുടെ വിളയാട്ടം. ആറോ ജംഗ്ഷനിൽ ഇറങ്ങിയ പടയപ്പ വഴിയോര കടകൾ തകർത്തു. മൂന്നാർ പഞ്ചായത്തിന്റെ അപ്സൈക്കിൾ പാർക്കും തകർത്തു. ആളുകൾ ബഹളം വെച്ചതോടെ ആന കാടു കയറി. ട്രംപിന്റെ പകര തീരുവ പ്രഖ്യാപനത്തിന് പിന്നാലെ തിരിച്ചടി നേരിട്ട ഓഹരി വിപണി. ഡൗ ജോൺസ് സൂചിക 3.98% താഴ്ന്നു. രേഖപ്പെടുത്തിയത് 2020 ശേഷമുള്ള ഏറ്റവും വലിയ ഇടിവ്. തീരുവയിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ട്രംപ്. IPL-ൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തകർത്ത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. കൊൽക്കത്തയുടെ ജയം 80 റൺസിന്. 29 പന്തിൽ അർദ്ധ സെഞ്ചുറി നേടി വെങ്കിടേഷ് അയ്യർ. മുംബൈ ഇന്ത്യൻസ് ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസിനെ നേരിടും.